Kim's Health Presence, 4 p.m. News Bahrain Update, supported by Lulu International Exchange, Al Hilal Hospital and Medical Centers, NEC Money Exchange and Wester Watches. നമസ്കാരം. ഇന്ന് 2025 മെയ് 24 ശനിയാഴ്ച 4 PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. റോയൽ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ സ്പോൺസർ ചെയ്യുന്ന എല്ലാ കുടുംബങ്ങൾക്കും ബലിപ്പെരുന്നാൾ ധനസഹായം നൽകാനുള്ള നിർദ്ദേശം പുറപ്പെടുവിപ്പിച്ച് RHF ഓണററി പ്രസിഡന്റ് രാജാവ് ഹമ്മദ് ബിൻ ഈസ ആൽ ഖലീഫ. പെരുന്നാൾ വേളയിൽ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി എത്രയും വേഗം സഹായം അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കണമെന്നും ഹമ്മദ് രാജാവ് നിർദ്ദേശിച്ചു. ഈ അവസരത്തിൽ മാനുഷിക കാര്യങ്ങൾക്കും യുവജന കാര്യങ്ങൾക്കുമുള്ള ഹമ്മദ് രാജാവിന്റെ പ്രതിനിധി ഷെയ്ഖ് നാസർ ബിൻ ഹമ്മദ് ആൽ ഖലീഫ RHFന്റെ തുടർച്ചയായ പിന്തുണയ്ക്കും പരിചരണത്തിനും ഹമ്മദ് രാജാവിനോട് നന്ദി പറഞ്ഞു. സോഷ്യൽ മീഡിയയിലെ അധാർമികവും കുറ്റകരവുമായ ഉള്ളടക്കങ്ങൾക്കെതിരെ കർശന നിയമങ്ങൾ കൊണ്ടുവരണമെന്ന നിർദ്ദേശവുമായി ബഹ്റൈൻ പാർലമെന്റ് MP-മാർ ഭരണഘടനാ അവകാശങ്ങളെ മാനിക്കുന്നതിനോടൊപ്പം പൊതുധാർമ്മികത സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും ദുരുപയോഗത്തിനെതിരെ 20 MP-മാരാണ് മുന്നറിയിപ്പുമായി രംഗത്ത് വന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന ഉള്ളടക്കങ്ങൾ സമൂഹത്തിലുണ്ടാക്കുന്ന സ്വാധീനത്തെക്കുറിച്ച് ആശങ്ക വർദ്ധിച്ച സാഹചര്യത്തിലാണ് MP-മാർ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. ഇസ്ലാമിക തത്വങ്ങൾക്കും ബഹ്റൈൻ പാരമ്പര്യങ്ങൾക്കും വിരുദ്ധമായ പെരുമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ചില സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെയും ഇവർ ശക്തമായി വിമർശിച്ചു. നിരോധിത ട്രോളിംഗ് വലകൾ ഉപയോഗിച്ച് നിയമവിരുദ്ധമായി ചെമ്മീൻ പിടിച്ച 3 പേരെ കോസ്റ്റ് ഗാർഡ് അറസ്റ്റ് ചെയ്തു. 230 കിലോഗ്രാം ചെമ്മീനാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. പ്രാഥമിക നടപടികൾക്ക് ശേഷം കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും. ഇന്ത്യൻ സ്കൂൾ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ധ്രുവി പാണിഗ്രഹി ഖാലിദ് ബിൻ ഹമ്മദ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ 12-14 ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ സ്വർണ്ണ മെഡൽ നേടി. വിദ്യാഭ്യാസ മന്ത്രാലയം സംഘടിപ്പിച്ച ഈ മത്സരം ഏപ്രിൽ 24-27 തീയതികളിൽ ഇസ ടൗണിലെ ഷെയ്ഖ് ഖലീഫ സ്റ്റേഡിയത്തിലാണ് നടന്നത്. ഇന്ത്യൻ സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ സൈഗത്ത് സർക്കാരാണ് പരിശീലകൻ. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ മേധാവി ശ്രീധർ ശിവ S എന്നിവർ ധ്രുവി പാണിഗ്രഹിയെ അഭിനന്ദിച്ചു. ബഹ്റൈൻ ലാൽക്കേഴ്സ് ദാനാമാളിലെ എപ്പിക് സിനിമാസിൽ നടൻ മോഹൻലാലിന്റെ ജന്മദിനം വിവിധ കലാപരിപാടികളുടെ വിപുലമായ രീതിയിൽ ആഘോഷിച്ചു. ലാൽക്കേഴ്സ് പ്രസിഡന്റ് FM ഫൈസലിന്റെ അധ്യക്ഷതയിൽ നടന്ന ആഘോഷ പരിപാടികൾ കോർഡിനേറ്റർ ജഗത് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ലാൽക്കേഴ്സ് കുടുംബത്തിലെ കുട്ടികൾ ചേർന്ന് കേക്ക് മുറിച്ച് വിതരണം ചെയ്തു. ലാൽക്കേഴ്സ് സെക്രട്ടറി ഷൈജു കൻപ്രത്ത് സ്വാഗതവും ട്രഷറർ അരുൺജി നെയ്യാർ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളോടെ നടന്ന ജന്മദിനാഘോഷ പരിപാടികൾക്ക് ജെയ്സൺ, ഗോപേഷ് അടൂർ, അരുൺ തൈക്കാട്ടിൽ, വിപിൻ, വിഷ്ണു വിജയൻ, ഹരി, നിധിൻ തമ്പി, വൈശാഖ്, അഖിൽ, നന്ദൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. Lulu Money.
ബഹ്റൈൻ പ്രവാസം മതിയാക്കി നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന IYCC ബഹ്റൈൻ വനിതാവേദി എക്സിക്യൂട്ടീവ് അംഗം അനിത ഡേവിഡിന് IYCC ബഹ്റൈൻ ദേശീയ കമ്മിറ്റി, IYCC വനിതാവേദി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗത്തിൽ വനിതാവേദി കോർഡിനേറ്റർ മുബീൻ മൻഷീർ അധ്യക്ഷത വഹിച്ചു. സഹകോർഡിനേറ്റർ മിനി ജോൺസൺ സ്വാഗതം ആശംസിച്ചു. IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ഉദ്ഘാടനം ചെയ്തു. IYCC ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ട്രഷറർ ബെൻസി ഗനിയുഡ്, വൈസ് പ്രസിഡന്റുമാരായ അനസ് റഹീം, ഷംഷാദ് കാക്കൂർ, ജോയിന്റ് സെക്രട്ടറി രാജേഷ് പന്മന, അസിസ്റ്റന്റ് ട്രഷറർ മുഹമ്മദ് ജസീൽ എന്നിവർ ആശംസകൾ നേർന്നു. ബഹ്റൈനിലെത്തിയ കൊല്ലം കാത്തോലിക്ക രൂപതയുടെ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിക്ക് കൊല്ലം പ്രവാസി അസോസിയേഷനും കേരള കാത്തലിക് അസോസിയേഷനും ചേർന്ന് പൗരസ്വീകരണം നൽകി. KCA ഹാളിൽ നടന്ന ചടങ്ങിൽ KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ചു. KPA ജനറൽ സെക്രട്ടറി പ്രശാന്ത് പ്രബുദ്ധൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KPA വൈസ് പ്രസിഡന്റ് കോയിവിള മുഹമ്മദ് കുഞ്ഞ് ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിക്ക് KPയുടെ ഉപഹാരം നൽകി ആദരിച്ചു. KCA ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി, KPA രക്ഷാധികാരിയും ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാനുമായ പ്രിൻസ് നടരാജൻ, KPA സ്ഥാപക പ്രസിഡന്റ് നിസാർ കൊല്ലം, KCA സ്പോൺസർഷിപ്പ് ചെയർമാൻ എബ്രഹാം ജോൺ, KCA കോർ കമ്മിറ്റി ചെയർമാൻ അരുൾദാസ് തോമസ്, KPA സെക്രട്ടറി അനിൽകുമാർ, KPA സെക്രട്ടറി രജീഷ് പട്ടാഴി എന്നിവർ ആശംസകൾ അറിയിച്ചു. KPA സ്ഥാപക ജനറൽ സെക്രട്ടറി ജഗത് കൃഷ്ണകുമാർ KPയുടെ വിളക്കുമരവും സുവനീറും ആപ്പിൾ തങ്കശ്ശേരി വരച്ച ചിത്രവും ബിഷപ്പിന് കൈമാറി. സൃഷ്ടി കലാകാരന്മാരുടെ കലാപരിപാടികളും അരങ്ങേറി. കേരള കാത്തലിക് അസോസിയേഷൻ ഹോപ്പ് 2025 എന്ന പേരിൽ ബാങ്ക്വറ്റ് ഡിന്നർ സംഘടിപ്പിച്ചു. മനാമ ഇന്റർ കോണ്ടിനെന്റൽ റീജൻസിയിൽ വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ ഇന്ത്യൻ എംബസി കൗൺസിലർ രാജീവ് കുമാർ മിശ്ര മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊല്ലം രൂപത ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരിയും മുഖ്യപ്രഭാഷകനായി പങ്കെടുത്തു. കാത്തോലിക്ക എന്ന പദത്തിന്റെ അർത്ഥം സാർവത്രികം എന്നാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംഘടനയാണ് കേരള കാത്തലിക് അസോസിയേഷൻ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ശൂറ കൗൺസിൽ അംഗം നാൻസി ഖേദൂരി വിശിഷ്ടാതിഥിയായിരുന്നു. KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്വാഗതം പറഞ്ഞു.